എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിത, ആസ്ട്രോളജറാണ്. ഇന്ന് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയുടെ സൂചനകൾ കാണിക്കുന്ന എന്തൊക്കെ യോഗങ്ങളായിരിക്കും ഒരു ജാതകത്തിൽ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവനവന്റെ ജാതകത്തിൽ രാജയോഗം ഉണ്ടോ? എന്താണ് ഈ രാജയോഗം? രാജയോഗം എന്ന് പറയുന്നത് ലഗ്നത്തിന്റെ ലഗ്നാല് നമ്മൾ ചിന്തിക്കുമ്പോൾ കേന്ദ്ര ത്രികോണ ഭാവങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുമ്പോഴൊക്കെയാണ് രാജയോഗം എന്ന് പറയുന്നത്. ഈ രാജയോഗത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഉന്നതമായ സ്ഥാനമാനങ്ങളും പദവിയും അധികാരവും ധനസമൃദ്ധിയും പ്രശസ്തിയും ഒക്കെ തന്നെയാണ് രാജയോഗം. വാക്കുപോലെ തന്നെയാണ് അതിന്റെ റിസൾട്ടും എന്ന് പറയാം. പക്ഷെ അതിനാട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. വെറുതെ രാജയോഗം ഉണ്ടെന്ന് വെച്ചിട്ട് മാത്രം അത് കിട്ടണം എന്നില്ല. അത് ജാതകം പരിശോധിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുപോലെ ധനയോഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ രാശി 11 ഭാവം, ധന ഭാവം എന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവം, 11 എന്നാണ് ലാഭസ്ഥാനം. ഇത് തമ്മിലുള്ള ഒരു കണക്ഷനും ഈ ഭാവവും ഭാവാധിപതിയും ഒക്കെ തന്നെ ഒരുപാട് ബലമുള്ളതായിരിക്കും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിനകത്ത് എന്തുണ്ടാവുന്ന ധന യോഗം എന്ന് പറയുന്ന ഒരു യോഗം അവിടെ ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള യോഗമുള്ള ആൾക്കാർക്ക് വാക്കുപോലെ തന്നെയാണത്. ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും, സാമ്പത്തികമായ സ്ഥിരത ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കും എന്ന് പറയാം. അതുപോലെ വിപരീത രാജയോഗം. എന്താണ് ഈ വിപരീത രാജയോഗം? വാക്കുപോലെ തന്നെയാണതും. വിപരീതമായ സിറ്റുവേഷൻസിലൂടെ അതിജീവിച്ച് ഒരുപാട് സക്സസ്ഫുൾ ആയി വരുന്ന ആൾക്കാർ. നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ചില ആൾക്കാർ ടപ്പേന്നും പറഞ്ഞ് അവരുടെ ഗ്രാഫ് താഴോട്ട് പോകുന്നത് കാണാം. അവരൊരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ അതിജീവിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ ലൈഫിനെ തിരിച്ചു പിടിക്കുകയും അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ആ തിരിച്ചു വന്നതിന് ശേഷം അവർ മെന്റലി, ഇമോഷണലി, ഫൈനാൻഷ്യലി ഒക്കെ അവർ സ്റ്റേബിൾ ആക്കി അവരുടെ ജീവിതത്തിന് താളം നിലനിർത്തി കൊണ്ടുപോകുന്നതൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ വിപരീത രാജയോഗം ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ്. എന്താണ് വിപരീത രാജയോഗം? 6, 8, 12 ഭാവങ്ങൾ, അതായത് വിപരീതമായിട്ടുള്ള ഭാവം, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണെന്ന് പറയാം. 6, 8, 12 ഭാവങ്ങൾ. ഈ ഭാവങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുമ്പോഴാണ്, പരസ്പരം ഒരു കണക്ഷൻ ഉണ്ടാവുമ്പോഴാണ് വിപരീത രാജയോഗ എന്ന് പറയുന്നത്. അതായത് വിപരീതമായ സിറ്റുവേഷൻസിലൂടെ അവർ കടന്നുപോയി, മെന്റലി, ഇമോഷണലി, ഫൈനാൻഷ്യലി ഒക്കെ വിപരീതമായ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി അവരെന്താണ് ആ പ്രതിസന്ധികളെ, തടസ്സങ്ങളെ എല്ലാം അതിജീവിച്ച് ജീവിതത്തിൽ വലിയ നേട്ടവും വിജയവും ഒക്കെ നേടിയെടുത്ത് അവർ മാനസികമായ ഒരു ഉൾക്കരുത്ത് നേടി അവർ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു കരുത്ത് നൽകുന്ന ഒരു യോഗമാണ് വിപരീത രാജയോഗ. അതുപോലെ ഗജകേസരി യോഗ എന്ന് പറയുന്നത് ആയുർദൈർഘ്യത്തെയാണ്, ശരിക്കും പറഞ്ഞാൽ ആയുർദൈർഘ്യമാണ് എടുത്തു പറയത്തക്ക ഒരു വിഷയം. അതുപോലെ തന്നെ ചന്ദ്രന്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. അവിടെ ഗജകേസരി യോഗമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് എൻ്റെ റിസൾട്ട്? ഗജകേസരി യോഗം ഉണ്ടായിരിക്കുമ്പോഴെന്ന് വെച്ചാല് വ്യാഴവും ചന്ദ്രനും തമ്മിലുള്ള കണക്ഷൻ അല്ലേ? വ്യാഴം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനം, അറിവിന്റെ ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തി, നേതൃപാഠവും സമൂഹത്തിലൊക്കെ ബഹുമാനം, കീർത്തി, ഉയർന്ന നിലവാരത്തിൽ ഒരു ജീവിതശൈലി ചിട്ടപ്പെടുത്താനായിട്ടുള്ള സന്താനങ്ങളെല്ലാം നല്ല രീതിയിൽ ചിട്ടയോടെ വളർത്തിയെടുക്കാനും സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഒരു ജീവിതത്തിനൊരു നിലവാരം നിലനിർത്തി പോകുന്ന വ്യക്തികളായിരിക്കും എന്തുണ്ടാകുന്നത്? ഗജകേസരി യോഗമുള്ള ആൾക്കാർ. അതുപോലെ നീചഭംഗ രാജയോഗം. നേരത്തെ വിപരീത രാജയോഗം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ വേറൊരു പാറ്റേൺ ആണ് ഈ നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രഹത്തിന് നീചാവസ്ഥയിൽ വരുവും ആ ഗ്രഹത്തിന്റെ നീചാവസ്ഥയെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആ ജാതകത്തിൽ ഉണ്ടായിരിക്കും ചെയ്യുമ്പോഴാണ് നീചഭംഗ രാജയോഗ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അവിടെ ഉണ്ടാവുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പം ഈ നീചഭംഗ രാജയോഗമുള്ള ആൾക്കാരും ജീവിതത്തിൽ ഒരുപാട് ഡൗൺ സിറ്റുവേഷനിലൂടെ പോയിട്ട് അവർ ഗ്രോ ചെയ്ത് പോവും എന്നുള്ളതാണ്. അതിനകത്ത് ഒരുപക്ഷെ അങ്ങനെ ഒരു വിപരീത രാജയോഗത്തിന്റെ അത്രയും തീഷ്ണത ഇല്ലെങ്കിലും ഇതിനകത്ത് ആ ഡൗൺ ആയി പോയതിനു ശേഷം ജീവിതത്തിൽ അഭിവൃദ്ധികരമായിട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി തന്നെയാണ് ഈ പറഞ്ഞ നീചഭംഗ രാജയോഗ എന്ന് പറയും. ജീവിതത്തിൽ പല വഴിത്തിരിവുകളും ഉന്നത സ്ഥാനങ്ങളും ഒക്കെ ജീവിതത്തിൽ സമ്മാനിക്കുന്ന ഒരു യോഗം തന്നെയായിട്ട് പറയാൻ പറ്റും. അത് മാത്രമല്ല, ഈ രാജയോഗത്തെക്കാൾ ഏറെ ഒരു വളരെ പ്രബലമായ ഒരു യോഗമാണ് പഞ്ചമഹാപുരുഷ യോഗം. ഈ പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ അത് ശക്തമായ യോഗമാണ്. ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന യോഗങ്ങളെക്കാൾ ഏറെ അതിശക്തമായ ഒരു യോഗമാണ് ഈ പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറയുന്നത്. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ പിന്നെ നമ്മളിപ്പോ ശനിയും ചൊവ്വയും ഒക്കെ നമ്മൾ മലയാളികൾ ഭയങ്കര വില്ലന്മാരായിട്ടാണല്ലോ ചിത്രീകരിക്കുന്നത്. പക്ഷെ ഈ ഗ്രഹങ്ങളെല്ലാം ജീവിതത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ചക്രാസിൽ 7 ചക്രാസിൽ ഒരുപാട് സ്ഥാനമുണ്ട് ഈ ഗ്രഹങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതിനകത്തൊരു രുചകമഹായോഗം ചൊവ്വയാണ്, നമ്മളെ വില്ലനായ ചൊവ്വയാണ് ഈ രുചകമഹായോഗം കൊടുക്കുന്നത്. അത് ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ ഉച്ചനായോ സ്വക്ഷേത്ര ബലവാനായോ ചൊവ്വ നിൽക്കണം.
എന്നിട്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് അതിന്റെ റിസൾട്ട്? ധൈര്യശാലികളായിരിക്കും, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, ഫീലിങ്സ് ആയിരിക്കും, നേതൃപാഠവും ഉണ്ടാവും, ശാരീരിക ക്ഷമതയുണ്ടാവും, ശത്രുക്കളെ അതിജീവിക്കാനായിട്ടുള്ള ഉൾക്കരുത്തുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അത്തരത്തിലുള്ള ആൾക്കാർക്കുള്ള നല്ല പ്രൊഫഷൻ എന്ന് പറയുന്നത് പോലീസ്, പട്ടാളം, അഡ്വക്കേറ്റ്സ്, ജഡ്ജസ്, ഇത്തരത്തിലുള്ള യുക്തിക്കും ബുദ്ധിക്കും അതുപോലെ തന്നെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കാര്യത്തെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള യോഗം ഉള്ള ആൾക്കാർ അത്തരത്തിലുള്ള ഏരിയയിൽ എത്തിപ്പെടാനും സാധ്യത വളരെ കൂടുതലായിട്ട് പറയാം. അതുപോലെ ഭദ്രയോഗം എന്ന് പറഞ്ഞാൽ, ഭദ്രയോഗം എന്ന് ബുധനാണ് കൊടുക്കുന്നത്. ലഗ്നത്തിന്റെ കേന്ദ്രഭാവത്തിൽ ഉച്ചനായോ സ്വക്ഷേത്ര ബലവാനായോ ബുധൻ നിൽക്കുമ്പോഴാണ് ഭദ്രയോഗം ഉണ്ടാവുന്നത്. അത് അങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും, പറയുന്ന പോലെ വാക്കുപോലെ തന്നെയാണ്. ബുധൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബുദ്ധിയുടെ കാരകനും വിദ്യാകാരകനുമാണല്ലോ. അപ്പൊ നല്ല പഠിക്കുന്ന കുട്ടികൾ തന്നെയായിരിക്കും, വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നല്ല രീതിയിൽ പോകുന്ന, എല്ലാ കാലത്തും പഠിക്കുന്നവർ തന്നെയായിരിക്കും, ബുദ്ധിശക്തിയുള്ളവരായിരിക്കും, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളതായിരിക്കും, മറ്റുള്ളവരെ പറഞ്ഞ് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാനായിട്ടുള്ളൊരു സമർത്ഥത ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലൊക്കെ വളരെ നല്ല തന്നെയായിരിക്കും. ഒരു നന്നായിട്ട് കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുക, ആ കാര്യകാരണ സഹിതം മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാനും വളരെ കഴിവുള്ള ആൾക്കാർ തന്നെയായിരിക്കും. ഹംസമഹായോഗം എന്ന് പറയുന്നത് ശരിക്കും വളരെ സൂപ്പർ ആയിട്ടുള്ളൊരു യോഗമാണ്. അത് കാരണം എന്ന് വെച്ചാല് അതൊരു കാരണം എന്ന് വെച്ചാൽ ഈ വ്യാഴം ഉച്ചനായോ സ്വക്ഷേത്ര ബലവാനായിട്ടോ ഒക്കെ വരിക എന്ന് പറയുന്നത് തന്നെ, അത് ഇപ്പൊ മീനം രാശിയിൽ വ്യാഴം നിൽക്കുകയാണെങ്കിൽ അത് 12 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും മീനം രാശിയിൽ വരുള്ളൂ. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു വിഷയമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹംസമഹായോഗത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലോട്ട് പോകാൻ പറ്റും. ഉയർച്ച എന്ന് പറയുമ്പം അത് ഒരു അറിവ് കൊണ്ട്, ദീർഘവീക്ഷണം കൊണ്ട് തന്നെയായിരിക്കും. അവനവനും മാത്രമല്ല, അവരൊരു സമൂഹത്തിന് ഒരുപാട് വെളിച്ചം കൊടുക്കുന്ന ആൾക്കാരാണ്. ആത്മീയത, ഒരു ആത്മീയമായ അംശം, അവർ ആ ഒരു ഭൗതികതയിൽ മാത്രമായിട്ട് അവർ മുങ്ങിത്താന്ന് പോകുന്നവരല്ല ഒരിക്കലും. എന്നാൽ ആത്മീയതയിൽ മാത്രമായിട്ട് മുങ്ങിത്താന്ന് പോകും. ഇതിലെല്ലാം ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ എന്ന് പറയാം. വളരെ ഉദാര മനസ്സുണ്ടായിരിക്കും, സമൂഹത്തിനോടൊരു കടപ്പാടും കർത്തവ്യവും അതൊക്കെ നിറവേറ്റി പോകുന്ന ആൾക്കാർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് തിരിച്ചു ബഹുമാനം തന്നെയായിരിക്കും അവർക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഹംസമഹായോഗത്തെ കുറിച്ചൊന്ന് നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു യോഗമാണ് ഹംസമഹായോഗം എന്ന് പറയുന്നത്. ഹംസയോഗം എന്ന് പറയുന്നത് അത് വളവയോഗം എന്ന് പറയുന്നത് ശുക്രനാണ്. അത് ആ ശുക്രൻ ഈ ലഗ്നത്തിന്റെ കേന്ദ്രഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനോ ഉച്ചനായോ നിൽക്കുകയാണെങ്കിൽ അതിന് മാളവ്യയോഗം എന്ന് പറയാൻ പറ്റും. മാളവ്യോഗമുള്ള ആൾക്കാർക്ക് ഒരുപാട് മെറ്റീരിയൽ കംഫർട്ട്സ്, ഭൗതിക സുഖങ്ങളും ഭൗതിക നേട്ടങ്ങളും തന്നെയായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുന്നത്. അവനവനെ തന്നെ പ്രസന്റ് ചെയ്യുന്ന, നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും എന്ന് പറയാൻ പറ്റും. ആഡംബരങ്ങളോടും ആഡംബര ജീവിതത്തിലോടും ഒക്കെ വലിയ താല്പര്യമുള്ള ആൾക്കാർ തന്നെയായിരിക്കും. സൗന്ദര്യമുള്ളവരായിരിക്കും, എപ്പോഴും സന്തോഷം നിലനിർത്തുന്ന വ്യക്തികൾ തന്നെയായിരിക്കും എന്ന് പറയാം. ശശമഹായോഗം എന്ന് പറയുന്നത് ശനിയാണ് കൊടുക്കുന്നത്. നമ്മളെ വില്ലനായ ശനിയാണ് ഈ ശശമഹായോഗം എന്ന് പറയുന്ന യോഗം കൊടുക്കുന്നത്. അത് ശനി സ്വക്ഷേത്ര ബലവാനായോ ഉച്ചനായോ ഒക്കെ ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ശശമഹായോഗം ഉണ്ടാകും. ശശമഹായോഗം എന്ന് പറഞ്ഞാൽ വളരെ നല്ല യോഗമാണ്. കാരണം വളരെ അച്ചടക്കം ഉണ്ടാവും, ജീവിതത്തിനൊരു താളം ഉണ്ടാവും, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരിക്കും, ഒരു ടീമിനെ എല്ലാം നന്നായിട്ട് മാനേജ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കും. 10ലൊക്കെ ഈ ശനി ബലവാനായിട്ടൊക്കെ വരുന്ന ആൾക്കാർ ആ ടീമിനോടൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ആയുർദൈർഘ്യം ഉണ്ടായിരിക്കും, അധികാരം ഉണ്ടായിരിക്കും. ഇതൊക്കെ തന്നെയാണ് ശനിയെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ശശമഹായോഗം. ഈ പഞ്ചമഹാപുരുഷ യോഗത്തിന് വലിയ നല്ല യോഗങ്ങളാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു യോഗം ഉണ്ടെങ്കിൽ തന്നെ ആയുർദൈർഘ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഗജകേസരി യോഗം ആയുർദൈർഘ്യത്തെയാണ്, പക്ഷെ പഞ്ചമഹാപുരുഷ പൊതുവെ തന്നെ ആയുർദൈർഘ്യം പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ല തന്നെയാണ്. നമ്മൾ അതാത് ഗ്രഹങ്ങൾ അതാത് ക്വാളിറ്റി നമുക്ക് വളരെ കൂടുതലായിട്ട് തരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയുടെ സൂചനകൾ കാണിക്കുന്ന, ജീവിതത്തിലെ ഉയർച്ച ഉണ്ടാക്കി തരുന്ന കുറച്ച് യോഗങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ യോഗങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനിയും കാണാം. ബൈ.